സ്റ്റേജ് ഷോകളും ചലച്ചിത്ര അഭിനയവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സിനിമയിൽ അഭിനയിക്കുമ്പോൾ സാങ്കേതികമായിട്ടുള്ള മറ്റ് സഹായങ്ങളും ഞങ്ങൾക്കുണ്ടാകാറുണ്ട്. പക്ഷേ ഒരു സ്റ്റേജ് ഷോയിൽ ഒരിക്കലും സങ്കേതത്തിൻ്റെ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സഹായങ്ങൾ ഉണ്ടാകാറില്ല. സിനിമയിൽ ഒരിക്കൽ തെറ്റുപിണഞ്ഞാൽ അത് തിരുത്തുവാനും നന്നായില്ലെങ്കിൽ വീണ്ടും നന്നാക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ സ്റ്റേജ് ഷോയിൽ ഒരിക്കൽ തെറ്റിയാൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഉരുകയെ നിവൃത്തിയുള്ളൂ. ഞങ്ങൾക്ക് തിരുത്തുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകാറില്ല. അതുകൊണ്ട് ചലച്ചിത്ര അഭിനയം ഒരു സർക്കസ് ട്രപ്പീസുകാരനോട് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ, ഒരു സർക്കസിൽ ട്രപ്പീസ് കളിക്കുന്നയാൾ കൈവിട്ട് താഴെ വീണാൽ താഴെ ഒരു വലയുണ്ടാവും. അഭ്യാസ പ്രകടനത്തിൽ അയാൾക്ക് യാതൊരു പരിക്കുകളും സംഭവിക്കാറില്ല. അതേസമയം സ്റ്റേജിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ച് താഴെ വീണാൽ താങ്ങാൻ ആരുമില്ല. പക്ഷേ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് പിഴവ് പറ്റാതിരിക്കാൻ ദൈവവും താഴെ താങ്ങാൻ ഇതുപോലുള്ള പ്രേക്ഷകരുമുണ്ടെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള പരിപാടികളെ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ ഞങ്ങൾക്കുള്ള പ്രചോദനവും ശക്തിയും. ഓമന കുഞ്ഞേ ഒന്നും വതന്നോമനിക്കാൻ കനവിൻ്റെ കൊട്ടാര പടവിൽ ഞാൻ നോക്കിയിരിപ്പു. ഓമന കുഞ്ഞേ ഒന്നും വതന്നോമനിക്കാൻ കനവിൻ്റെ കൊട്ടാര പടവിൽ ഞാൻ നോക്കിയിരിപ്പു. എന്താണെന്നറിയില്ലൻ കരളാകെ പിടയുന്നല്ല ഒരുപോള കണ്ടടച്ചൊരുപാടു നാളായല്ലോ. ഓമന കുഞ്ഞേ ഒന്നും മറന്നോമനിക്കാൻ കനവിൻ്റെ കൊട്ടാര പടവിൽ ഞാൻ നോക്കിയിരിപ്പു. മാറ്റുള്ള ചിത്തിരവാക്കിൽ അക്ഷരമുത്തേ നീ എഴുതുന്നൊരു കത്ത് വരുന്നത് നോക്കിയിരുന്ന് കടലോളം കണ്ണു നിറഞ്ഞ് കാറ്റോളം തേങ്ങലുമായി ചിറകില്ല കിളിയായി ഞാൻ ഇരുളിന് കാവലിരുന്ന്. ഓമന കുഞ്ഞേ ഒന്നും മറന്നോമനിക്കാൻ കനവിൻ്റെ കൊട്ടാര പടവിൽ ഞാൻ നോക്കിയിരിപ്പു. കൈ വളരേണം കാൽ വളരേണം കാലിൽ കിങ്ങിണി കഥ പറയണം അമ്പിളി മാമന് കയ്യിലെടുക്കണം അതു കണ്ടൻ അകതാരിൽ കനലെല്ലാം അണയും നേരം അതു കേട്ടൻ ഉയിരാകെ മഴ പോലെ പെയ്യും നേരം. ഓമന കുഞ്ഞേ ഒന്നും മറന്നോമനിക്കാൻ കന
കനവിൻ്റെ കൊട്ടാര പടവിൽ ഞാൻ നോക്കിയിരിപ്പു എന്താണ്